എന്താണ് കേന്ദ്ര സർക്കാരിന് പൗരത്വം നിർണ്ണയിക്കാനുള്ള അധികാരമുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 2ാമത്തെ പാർട്ടിലുള്ള അനുച്ഛേദം 11 തെളിവാണ്, കള്ളവല്ല, സ്പീഡിലല്ല. ആർട്ടിക്കിൾ 11 വായിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് പൗരത്വം ഒരാൾക്ക് നൽകുന്നതും എടുത്തു കളയുന്നതും പൗരത്വവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നയരൂപീകരണത്തിനുള്ള പരമാധികാരം പാർലമെൻറ്റിനാണ്. ആരാണ് പാർലമെൻറ്റ്? ലോക്സഭ, രാജ്യസഭ. അവിടെ ആർക്കായിരിക്കും മെജോറിറ്റി? സ്വാഭാവികമായും ഭരിക്കുന്നവർക്കായിരിക്കും. രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഉണ്ടായിരുന്നോ? ഭരിക്കുന്നവർക്ക് ഇല്ല. അപ്പോൾ ബാക്കിയുള്ള പല കക്ഷികളും, ഓപ്പോസിഷനിലുണ്ടായിരുന്ന കക്ഷികൾ, കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വിശാല സഖ്യത്തിന് വേണ്ടി കുട പിടിച്ചിരുന്ന TDP ഉൾപ്പെടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് നിയമമായിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ആർട്ടിക്കിൾ 11 അനുസരിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ രൂപീകരിക്കുന്നതിന് പാർലമെൻറ്റിന് പരമാധികാരമുണ്ട്. 1. 2, മതത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മതത്തിൻ്റെ പേരിൽ പൗരത്വം ചെയ്തിട്ടുണ്ടോ? മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ കൊടുത്തിട്ടുണ്ട്. 1990 അവിടുത്തെ സെനറ്ററായിരുന്ന ഫ്രാങ്ക് ലോട്ടൻബർഗ് ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കാം, സ്പീഡിലല്ല, സ്ലോയിൽ പറയാം. ഫ്രാങ്ക് ലോട്ടൻബർഗ് 1990 അദ്ദേഹം കൊണ്ടുവന്ന അമെൻമെൻ്റ് ഉണ്ട്, ലോട്ടൻബർഗ് അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞെന്നറിയോ? സോവിയറ്റ് റഷ്യയിൽ നിന്നുള്ള ഭൂരിപക്ഷ മതവിഭാഗം ഒഴികെ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം, പ്രത്യേകിച്ച് അവർ ജൂതരെയാണ് ഉദ്ദേശിച്ചത്, ആയിട്ടുള്ള ആൾക്കാർക്ക് അമേരിക്കയിൽ വന്നാൽ റെഫ്യൂജി സ്റ്റേറ്റസ് കൊടുക്കും. റെഫ്യൂജി സ്റ്റേറ്റസ് അമേരിക്കയിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ജം ദ ലൈൻ എന്നാണ് പറയുന്നത്, യു ജം ദ ക്യൂ, പൗരത്വം കിട്ടാൻ എളുപ്പമാണ്. പിന്നീട് എന്താ ചെയ്തേ? അമേരിക്കയിൽ അങ്ങനെ എക്കാലത്തേക്കും ഉണ്ടാക്കിയിരിക്കുന്നതല്ല അമെൻമെൻറ്റുകൾ. ഇത്ര വർഷം കൂടുമ്പോൾ അത് പുതുക്കുകയാണ്. കഴിഞ്ഞ വർഷം കൂടി പുതുക്കി, ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇടയ്ക്ക് 2001 സ്പെക്ടർ എന്ന വേറൊരു ചങ്ങാതി വന്നു, മറ്റൊരു സെനറ്ററാണ്. ഈ സ്പെക്ടർ കൂടി വന്നിട്ട് മറ്റൊരു അമെൻമെൻറ്റും കൂടി കൊണ്ടുവന്നു. സ്പെക്ടർ അമെൻമെൻ്റ് എന്ന് പറയും, ലോട്ടൻബർഗ് സ്പെക്ടർ അമെൻമെൻ്റ് എന്ന് പറയും. സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് 2001 ഇറാനിൽ ഉള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതേ പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇറാനിലെ ഭൂരിപക്ഷ മതം ഏതാണ്? മുസ്ലിംസാണ്, ഇസ്ലാം മതമാണ്. അവരെ ഒഴികെ ബാക്കിയുള്ള ആൾക്കാർക്ക് റെഫ്യൂജി സ്റ്റേറ്റസ് കൊടുക്കുന്നു, പെട്ടെന്ന് പൗരത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ മാതൃകയായിട്ടുള്ള അമേരിക്കയിൽ ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിരുന്നോ? ആയിരുന്നില്ല. അവിടെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? അതിനുള്ള കാരണങ്ങൾ തന്നെയാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിലും പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ. ഈ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, മിസ്സിങ് ദ വുഡ്സ് ഫോർ ദ ട്രീസ്. മരങ്ങൾ തപ്പി നടക്കുക. മരത്തിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണ് കൂടുതലായിട്ട് വറി ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാട്ടിലാണ്. കാട് കാണുന്നില്ല, ഞങ്ങൾ മരം തപ്പി നടക്കുക. മരങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. കാടിൻ്റെ ഭംഗിയോ ഈ മരങ്ങളെല്ലാം കൂടെ ചേരുന്ന കാട് എന്ന ലാർജർ പിക്ചർ ഞാൻ മിസ് ചെയ്യുമ്പോൾ ഇതെൻ്റെ കണ്ണിൽ പെടുന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ ആൾക്കാർക്ക് സംഭവിക്കുന്നത്. ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത്? 3 രാജ്യങ്ങൾ, 6 മതങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് എടുത്തു. അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സാർ. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലിൽ വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് അതിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളിൽ പാർട്ടീഷൻ എന്നൊരു കാര്യം പറയുന്നുണ്ട്. പാർട്ടീഷൻ, ഇന്ത്യയുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട ട്രാൻസ് മൈഗ്രേഷൻ എന്ന വാക്ക് തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് വെറും ഒരു നയമാണ്. ഒരു ബംഗ്ലാദേശിലേക്ക് മാത്രം വെച്ചിട്ട് ഈ നിയമം ഉണ്ടാക്കാമോ? ഉണ്ടാക്കാം. ആർക്കാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്? നേപ്പാളിൽ നിന്ന്, ഭൂട്ടാനിൽ നിന്ന് ഒക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇമിഗ്രേഷൻ നിയമത്തിൽ ഇന്ത്യ സൗജന്യം ചെയ്തിട്ടില്ലേ? അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വരുന്നതിന് പാസ്പോർട്ട് വേണ്ട. ഇന്ത്യയിൽ ഓൺ അറൈവൽ വിസ എത്ര രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്? എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ടോ? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓൺ അറൈവൽ വിസ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അത് വിവേചനമാണ്. നിങ്ങൾ ശ്രീലങ്കക്കാർക്ക് ഓൺ അറൈവൽ വിസ കൊടുക്കുന്നു, പാകിസ്ഥാന് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഒരു വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിദേശ നയത്തിലൊന്നും കോടതി ഒരു അഭിപ്രായവും പറയത്തില്ല. കോടതി തന്നെ 2002 ബാൽക്കോ എംപ്ലോയീസ് യൂണിയൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോടതി വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പറയില്ല. ഇതും വിദേശ നയമാണ്. കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ രാജ്യത്തെ തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ മിസ്സിംഗ് ദ വുഡ്സ് ഫോർ ദ ട്രീസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഏതെങ്കിലും രാജ്യത്തെ തിരഞ്ഞെടുത്തതല്ല. ആ രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നതിന് 2 കാരണങ്ങളാണ് പറയുന്നത്.
ഒന്ന്, ഈ രാജ്യങ്ങളിൽ എന്താണ് സ്റ്റേറ്റ് റിലിജിയൻ എന്ന് പറയുന്നത് ഒരേ മതമാണ്. നമുക്കറിയാം ഏത് മതമാണെന്നൊന്നും ആ ബില്ലിൽ എഴുതിയിട്ടില്ല, പക്ഷേ ഒരു മതമാണ്, നമുക്കറിയാം, അത് ഇസ്ലാം മതമാണ്. രണ്ട്, പാർട്ടീഷനുമായി ബന്ധപ്പെട്ട, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ട്രാൻസ് മൈഗ്രേഷൻ. വ്യക്തമായിട്ട് അറിയാമല്ലോ ആൾക്കാർക്ക്. ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. 1950 മുസ്ലിം ലീഗിൻ്റെ ഹോസ്റ്റേജ് തിയറിയിൽ നിന്ന് വന്നിരിക്കുന്ന നെഹ്റു ലിയാഖത്ത് ഉടമ്പടി. എന്താണ്? ഇരു രാജ്യങ്ങളിലും വന്നിട്ടുള്ള മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് സംരക്ഷണം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് പാകിസ്ഥാന് വേണ്ടി ലിയാഖത്ത് അലിയും ഇന്ത്യക്ക് വേണ്ടി ശ്രീ ജവഹർലാൽ നെഹ്റുവും കൂടി ഒപ്പിട്ട കരാറാണ്. പാലിക്കപ്പെട്ടോ? നമ്മൾ പാലിച്ചു. നമ്മുടെ മുസ്ലിം പോപ്പുലേഷൻ സിഗ്നിഫിക്കൻ്റായി കൂടി, പാകിസ്ഥാൻ അത് കൃത്യമായി പാലിച്ചില്ല. അപ്പോൾ നമുക്കൊരു ഹോസ്റ്റേജ് തിയറി അത് പറയുന്നുണ്ട്. ഈ ബില്ല് ഫോമുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഹോസ്റ്റേജ് തിയറി ഉണ്ട്. നീ നിൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂടുതൽ മതവിഭാഗത്തിലുള്ള മൈനോറിറ്റീസിനെ നീ സംരക്ഷിച്ചാലേ ഞാൻ ഇവിടെ സംരക്ഷിക്കൂ. ഇന്ത്യ നെറുകേട് കാണിക്കാറില്ല. ഇന്ത്യ നമ്മുടെ നാട്ടിലുള്ള മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു, പക്ഷേ അവിടെ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇത് എവിടൊക്കെ ആപ്ലിക്കബിളാണ്? പാകിസ്ഥാനിൽ ആപ്ലിക്കബിളാണ്, ബംഗ്ലാദേശിൽ ആപ്ലിക്കബിളാണ്. കാരണം എന്താണ്? അന്ന് അവിഭക്തമാണ്. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് പാകിസ്ഥാൻ്റെ തന്നെയാണ്. അപ്പം ചോദ്യം, ഈ അഫ്ഗാനിസ്ഥാൻ എവിടെ നിന്ന് വന്നേ? അഫ്ഗാനിസ്ഥാൻ എന്നിടെ ഇതിനകത്ത് വന്നേ? അഫ്ഗാനിസ്ഥാൻ ഇതിൽ വരുന്നതിനൊരു കാരണമുണ്ട്, ചരിത്രപരമായ കാരണം. പാർട്ടീഷനുമായി ബന്ധപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ഒരു റോൾ ഇല്ല എന്ന് കരുതുന്നവർക്കുള്ള ഉത്തരമാണ്. ഇന്ത്യയിൽ വാഖൻ അതിർത്തിയുണ്ട്. ഈ വാഖൻ അതിർത്തി എന്ന് പറയുന്നത് ഏകദേശം 106 കിലോമീറ്റർ ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥലമാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണെന്ന് മാത്രം. നമ്മുടെ രാജ്യം പറയുന്നത് എന്താണ്? പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. പാർലമെൻറ്റിൽ ശ്രീ അമിത്ഷാ അസന്നിഗ്ധമായി പറഞ്ഞു. അതുമായി 106 കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്ന വാഖൻ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതുകൊണ്ട് പാർട്ടീഷനായോ? ഇല്ല. പാർട്ടീഷനുമായി ചിന്തിക്കണമെങ്കിൽ 1947 കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകണം. അന്ന് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു സ്ഥലമുണ്ടായിരുന്നു, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ്, NWFP എന്ന് പറയും. അവിടെ നിന്നുള്ള പ്രധാന നേതാവിനെ നമ്മളെല്ലാം അറിയും, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അന്ന് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ്റെ അടുത്തിരിക്കുന്നതാണ്, അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്. അവിടെ ഒരു ഹിതപരിശോധന നടന്നു, ഒരു റെഫറൻഡം. ആ റെഫറൻഡത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, പാർട്ടീഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കണം? അവർക്ക് കൊടുത്തിരുന്ന 2 ഓപ്ഷൻസ്, പാകിസ്ഥാനിലേക്ക് പോവുക, ഇന്ത്യയിലേക്ക് പോവുക. ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സും കാര്യങ്ങളും ഏറ്റവും എളുപ്പമായത് തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിലായതുകൊണ്ടാവാം 99% ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ പോകുന്നത് പാകിസ്ഥാനിലേക്ക്. 1% ആൾക്കാർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3000 ആൾക്കാരെന്തോ വരും, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകണം എന്ന് പറഞ്ഞു. എത്ര പേരാണ് റഫറൻഡത്തിൽ പങ്കെടുത്തത്? ഏതാണ്ട് 50%. ബാക്കി വലിയ 50%, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഉൾപ്പെടെ ബാക്കി 50% വിട്ടുനിന്നു. ആ വിട്ടുനിന്ന 50% പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് പോരാ, മറ്റ് 2 ഓപ്ഷൻസ് കൂടി വേണം. അതിലൊന്ന് പഷ്തൂണിസ്ഥാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഞങ്ങൾക്ക് മാറണം. 2, ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ലയിക്കണം. അവർ പറഞ്ഞു ബോയ്ക്കോട്ട് ചെയ്യൂ, ഇതുമായി താല്പര്യമുള്ള ആൾക്കാരെല്ലാം ഈ റെഫറൻഡത്തിൽ വോട്ട് ചെയ്യാതെ മാറൂ. ആൾക്കാർ മാറി, 50% ആൾക്കാർ മാറി. ഈ 50% ആൾക്കാർ മാറിയപ്പോൾ ഈ 50% ആൾക്കാർ വിഭാവനം ചെയ്തത് ഒന്നുകിൽ അഫ്ഗാനിസ്ഥാനിൽ പോകണം, അല്ലെങ്കിൽ പഷ്തൂണിസ്ഥാൻ. എന്താണ് ഈ പഷ്തൂണിസ്ഥാൻ? പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്നത് പഷ്തൂൺ വിഭാഗക്കാരുടെ, പഷ്തൂൺ വിഭാഗത്തിലുള്ള ആളാണ് ഇമ്രാൻഖാനൊക്കെ. പഷ്തൂൺ വിഭാഗത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന 2 പ്രദേശങ്ങൾ, ഈ അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവും, ഏതാണ്ട് 1600 കിലോമീറ്ററോളം പാകിസ്ഥാനിലും 1000 കിലോമീറ്ററോളം അഫ്ഗാനിസ്ഥാനിലും തിരിച്ച്. അപ്പോൾ ഈ 2 സ്ഥലത്തു കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ പഷ്തൂണിസ്ഥാൻ. അപ്പോൾ ഈ പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം വേണം. അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന 50% ആൾക്കാരെ നമ്മൾ കേട്ടില്ല. അപ്പോൾ അവർക്ക് പോകണമല്ലോ. പാർട്ടീഷൻ വന്നു, കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. പ്രധാനമായിട്ടും ആൾക്കാർ പോയിരുന്നത് അതിൽ പൊട്ടോഹർ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടോഹർ എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. പൊട്ടോഹറിലുണ്ടായിരുന്ന ഹിന്ദുക്കളും ബഹുഭൂരിപക്ഷം സിഖുകാരും മൈഗ്രേറ്റ് ചെയ്തു പോയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. സിന്ധ്, ബലൂചിസ്ഥാൻ, അങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഇതോടുകൂടി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയിൽ നടന്നിരുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഏരിയയിൽ നടന്ന ട്രാൻസ് മൈഗ്രേഷൻ പോലെ തന്നെ ആൾക്കാർ പോയതാണിത്. ഇതിൽ സെൻറ്റർ ഫോർ അപ്ലൈഡ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്
അതിൽ അവരുടെ ഒരു റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, 1947 ശേഷം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനിലെ പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ പ്രധാന കാരണം പൊട്ടോഹർ പ്ലാറ്റോയിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന സിഖുകാരാണ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ് ഈസ്, ഈ 3 രാജ്യങ്ങൾ ആർബിട്രറി അല്ല. ഈ 3 രാജ്യങ്ങൾക്ക് നിങ്ങൾ മരം തപ്പി നടന്നപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആ കാട് കാണാൻ വിട്ടുപോയത് ഇന്ത്യയുടെ പാർട്ടീഷനും ട്രാൻസ്മൈഗ്രേഷനുമാണ്. അതായത് ഇന്ത്യയുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട 3 രാജ്യങ്ങൾ, ആദ്യമുണ്ടായിരുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ഈസ്റ്റേൺ പാകിസ്ഥാൻ, പിന്നീട് ബംഗ്ലാദേശ്, അന്ന് ട്രാൻസ്മൈഗ്രേഷൻ നടന്നിരുന്ന അഫ്ഗാനിസ്ഥാൻ. ഈ 3 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കരാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കരാറിൻ്റെ ചരിത്രപരമായ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് 1950 നെഹ്റുവും ലിയാഖത്ത് അലിയും കൂടി ഉണ്ടാക്കിയ പാക്റ്റാണ്. ഈ പാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, അല്ലാത്ത പക്ഷം അവർക്ക് തിരിച്ചു വരാം. അങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് സാർ പൗരത്വം നൽകുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പൗരത്വം തന്നു കഴിഞ്ഞാൽ അവർ പീഡനം നേരിടുന്നത് മതപീഡനമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുന്ന ട്രോള് പോലെ പീഡിപ്പിക്കപ്പെട്ട ജയഭാരതിയെയും പീഡനം നടത്തുന്ന ബാലൻ കെ നായരെയും ഒന്നിച്ചെങ്ങനെയാണ് നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുക? ഇതേ ലോജിക്, ഏറ്റവും സിമ്പിളായ ഇതേ ലോജിക്കാണ് ഇന്ത്യ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ആർട്ടിക്കിൾ 14 പറയുന്ന ആർബിട്രറി സെലക്ഷൻ ഓഫ് കൺട്രീസ് എന്ന് പറയുന്നിടത്ത് ഇത് നിലനിൽക്കില്ല. ഒന്നാമത്തെ കാരണം രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാരണം ആ ബില്ലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വെറുതെ 3 രാജ്യങ്ങളെ എടുത്തിരിക്കുന്നതല്ല, തിയോക്രാറ്റിക് സ്റ്റേറ്റുകളാണ്. സ്റ്റേറ്റ് റിലിജിയൻ കോൺസ്റ്റിറ്റ്യൂഷനലി എഴുതി ചേർത്തിരിക്കുന്ന 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പാർട്ടീഷനുമായി ബന്ധമുണ്ട്, ട്രാൻസ് മൈഗ്രേഷനുമായി ബന്ധമുണ്ട്. ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ബില്ലാണ് സുപ്രീം കോടതി അഡ്വക്കേറ്റിനെ പഠിപ്പിക്കുകയാണെന്ന് തോന്നണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ബില്ലാണ് ആക്റ്റായി മാറുന്നത്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് പാർലമെൻറ്റിൽ സുപ്രീം കോടതിയിൽ ഡിസ്കസ് ചെയ്യാം. ആ ബില്ല് മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, ആ ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഡിസ്കഷൻ്റെ പേപ്പറുകൾ വരെ, അതെല്ലാം റെക്കോർഡാക്കുമെന്ന് നമുക്കറിയാം, ആ റെക്കോർഡുകൾ വരെ സുപ്രീം കോടതി പരിശോധിച്ചിട്ടാണ് ബില്ല് അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ചർച്ചകളുടെ കാര്യങ്ങൾ. അത് പിന്നെ എങ്ങനെയാണ് കോടതി പരിഗണിക്കുക? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ചർച്ചകൾ കൂടിയാണ് കോടതി പരിഗണിക്കുക. കോടതിക്ക് അത് പരിഗണിക്കാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ, സുപ്രീം കോടതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഹരീഷ് സാൽവെയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആർട്ടിക്കിൾ 14 അനുസരിച്ച് ചോയ്സ് എങ്ങനെയാണ് ആർബിട്രറി അല്ലാതെ ആകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാകിസ്ഥാനിലുള്ള അഹമ്മദിയാസ്, നമുക്കെല്ലാവർക്കും അഹമ്മദിയാസിനോട് ഇപ്പോൾ ഭയങ്കര പ്രേമമാണ്. നമുക്ക് അതേപോലെ റോഹിംഗ്യൻ മുസ്ലിംസിനോട് ഭയങ്കര പ്രേമമാണ്, അല്ലേ? ശ്രീലങ്കൻ തമിഴ്സ് എത്രയോ കാലമായിട്ട് 100,000 ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ടെന്നറിയോ? നമുക്ക് ഇന്നലെ വരെ അവരെ വേണ്ടായിരുന്നു. ഇന്ന് ആ 107 ക്യാമ്പുകളിൽ കിടക്കുന്ന ആൾക്കാരോട് ഭയങ്കര പ്രേമമാണ്. എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ 3 രാജ്യങ്ങളെ സെലക്ട് ചെയ്യാനുള്ള കൃത്യമായ കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങൾക്ക് പാർട്ടീഷനുമായിട്ടൊരു ബന്ധമുണ്ട്. ഇനി അതൊക്കെ മറന്നേക്കും, പാർട്ടീഷനുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മറന്നേക്കും. നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരാളിനെ റെഫ്യൂജി ആണെന്ന് കണ്ടെത്തുക? അദ്ദേഹം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഞാനിവിടെ എഴുതി വെച്ചു, ഈ അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരോട് റെക്കോർഡ്സ് ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന്. ആരാ പറഞ്ഞേ? അഭയാർത്ഥികളോട് റെക്കോർഡ്സ് ചോദിക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞേ? അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നിയമം ഉണ്ടെന്നാണ് പറഞ്ഞത്. ലോകത്തിലുള്ള നിയമം എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കണം. പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന നിയമം നമ്മൾ പാലിക്കില്ലല്ലോ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് റെഫ്യൂജി കൺവെൻഷൻ ഉണ്ട്. 1951 ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തീരുമാനിച്ചു നമ്മൾ ഒപ്പിടണ്ട. വളരെ നല്ല തീരുമാനമാണ്. 1967 റെഫ്യൂജി പ്രോട്ടോകോൾ വന്നു. നമ്മൾ ഒപ്പിട്ടില്ല. കാരണം മികച്ച തീരുമാനം. എന്തുകൊണ്ട്? ഇന്ത്യയുടെ റീസൺ, ഇന്ത്യയുടെ ബൗണ്ടറീസ്, ഇന്ത്യയുടെ ബോർഡേഴ്സ് ഒക്കെ പോറസ് ആണ്. അതായത് അരിപ്പ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് കടന്നു വരാം. അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ഞങ്ങൾ സൈൻ ചെയ്താൽ ഞങ്ങൾക്ക് മോണിറ്ററി ഒബ്ലിഗേഷൻസ് ഒത്തിരി ഉണ്ടാകും, വലിയ ബാധ്യതയുണ്ടാകും, സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ കേസ് ബൈ കേസാണ് നോക്കുക. കേസ് ബൈ കേസ് നോക്കുന്നതിന് പോലും കൃത്യമായ ഒരു പോളിസി ഇന്ത്യയിലില്ല. ആകെയുള്ളത് എന്താണെന്നറിയോ? 2011 ഡിസംബർ 21 ഡേറ്റായിട്ടുള്ള 2011 ഡിസംബർ 29 ഡേറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്, ഒരു SOP.
ഈ SOP വെച്ചിട്ടാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഒരാളിന് റെഫ്യൂജി ആണോ എന്ന് കരുതുന്നത്, ഒരാളിന് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഘടകം ഇതാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പ്രശ്നം അഹമ്മദിയാസാണ്, അല്ലേ? പാകിസ്ഥാനിലുള്ള അഹമ്മദിയാസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അഹമ്മദിയാസ് എന്ന് പറയുമ്പോൾ ആരാണ്? അഹമ്മദിയാസ് ലോകമെമ്പാടും അഹമ്മദിയാസ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽപ്പെടുന്നവരാണ്. പാകിസ്ഥാനിലോ? പാകിസ്ഥാനിൽ അങ്ങനെ ആയിരുന്നു. 1974 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നപ്പോൾ അഹമ്മദിയാസിനെ നോൺ മുസ്ലിംസ് എന്ന് മാറ്റി. NON, നോൺ മുസ്ലിംസ്. അതുവരെ KNOWN മുസ്ലിംസ് ആയിരുന്നു, അറിയപ്പെടുന്ന മുസ്ലിംസ് ആയിരുന്നു. പക്ഷെ പിന്നീട് നോൺ മുസ്ലിംസ് ആയി. ഇവർ മുസ്ലിം ഇതര ആൾക്കാരായി മാറി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഓണർ ചെയ്യുന്നത് എന്താണ്? പഴയ ചരിത്രം, ലിയാഖത്ത് നെഹ്റു പാക്റ്റാണ്. ഈ പാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്തുള്ള ബാധ്യത മാത്രമേ നമുക്ക് ലീഗലി ഉള്ളൂ. അന്ന് അഹമ്മദിയാസ് എന്ന് പറയുന്നത് അക്നോളജ് ചെയ്യപ്പെട്ട ഇസ്ലാം മതവിഭാഗമാണ്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വർഗീകരണത്തിനെ ഒരു നിയമത്തിലും ഉൾക്കൊള്ളിക്കാൻ ആരും ഇന്ത്യയോട് ആവശ്യപ്പെടില്ല. കാരണം അതിനുശേഷം 4 നൂറ്റാണ്ടോളം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒരു സെപ്പറേറ്റ്, അതായത് നോൺ മുസ്ലിംസ് ആയിട്ട് മാറിയത്. 1. 2, അവിടെയും തീർന്നില്ല പ്രശ്നങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അഹമ്മദിയാസിന് 2 കാര്യങ്ങൾ. 1, ഇപ്പോൾ അഹമ്മദിയാസിനെ അവർ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ അഹമ്മദിയാണെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിലെ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നോൺ മുസ്ലിംസ് എന്നേ അടിച്ചു തരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിലിജിയൻ ഒന്നും പ്രത്യേകിച്ചില്ല, ഇസ്ലാം എന്ന് എഴുതാൻ പറ്റത്തില്ല. യു ആർ എ നോൺ മുസ്ലിം. ശരി, നോൺ മുസ്ലിം എന്ന യാത്രാരേഖകളിലുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിൽ വന്ന് കാണിക്കുന്നു നോൺ മുസ്ലിം. അങ്ങനെ ഒരു റിലിജിയൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു റിലിജിയൻ ഇല്ലാത്തത് കൊണ്ട് 6 മതവിഭാഗങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമം അവർക്ക് ബാധകമാവുന്നില്ല. ഇനി നേരെ മറിച്ച് പഴയ എന്തെങ്കിലും രേഖകളും വെച്ചിട്ടാണ് ഈ അഹമ്മദിയാസ് വന്നെങ്കിലോ, അതിലടിച്ചിരിക്കുന്നത് ഇസ്ലാം എന്നാണ്. അപ്പോൾ ഭൂരിപക്ഷ മതമായി. അപ്പോൾ അത് വെച്ചിട്ടും കൊടുക്കാൻ പറ്റില്ല. കാരണം അതും നിയമത്തിന് അൾട്രാവിറസ് ആവും, ചെയ്യാൻ പറ്റില്ല. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വൈരുദ്ധ്യമാണ്. ശരി, ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും? അഹമ്മദിയാസിന് വേറൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് 2011 SOPയെ പറ്റി പറഞ്ഞത്. അഹമ്മദിയ മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു സംഭവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? 1940കളിൽ വളരെ പ്രബലമായിരുന്ന പാകിസ്ഥാനിലെ ഒരു മൂവ്മെൻ്റാണ് അഹമ്മദിയ മൂവ്മെൻറ്റ്. ലാഹോർ റെസൊല്യൂഷൻ എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാഹോർ റെസൊല്യൂഷനിലാണ് പാകിസ്ഥാനിൽ ഈ അഹമ്മദിയാസാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ അഹമ്മദിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ലാഹോർ റെസൊല്യൂഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് മതാടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം വേണം. ആർക്കാണ് ഡിമാൻഡ്? അഹമ്മദിയാസിന്. പിന്നീട് അവരൊരു മിലിറ്ററി യൂണിറ്റ് ഉണ്ടാക്കി, അവരുടെ സ്വന്തം അഹമ്മദിയ മിലീഷ്യ എന്നാണ് അതിൻ്റെ പേര്. സ്വാതന്ത്ര്യം കിട്ടി 1947 ശേഷം അവർ ഈ ഇൻസർജൻ്റ് യൂണിറ്റിൻ്റെ പേര് മാറ്റി കുറച്ചുകൂടെ പുനഃസംഘടിപ്പിച്ചു, ഫുർഖാൻ ഫോഴ്സ്. എന്താ ഉദ്ദേശം എന്നറിയോ? കാശ്മീരില്ലേ, കാശ്മീരിനെ ലിബറേറ്റ് ചെയ്യണം. ഇതാണ് ചരിത്രം. 2011 SOPയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്നറിയോ? അധികം കാര്യമൊന്നുമില്ല, പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യ വിരുദ്ധത സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല. നിങ്ങളുടെ നിലപാട് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വയലേഷനാണ് എങ്കിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അഹമ്മദിയാസ് പുറത്ത് നിൽക്കും. 1. അടുത്ത പ്രേമം റോഹിംഗ്യൻ മുസ്ലിംസ്, അല്ലേ? റോഹിംഗ്യൻ മുസ്ലിംസ്. എന്താ ഈ റോഹിംഗ്യൻ മുസ്ലിംസ്? എന്താ വെറുതെ മുസ്ലിംസ് എന്ന് നമ്മൾ പറയാത്തെ? മ്യാൻമറിൽ എത്ര മുസ്ലിംസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? 25 ലക്ഷം, അതിൽ പകരം മുസ്ലിംസ് ഉണ്ട്. റോഹിംഗ്യൻസ് എത്രയാണ് ഉള്ളതെന്നറിയോ? 2 വർഷം മുമ്പത്തെ കണക്കനുസരിച്ച് 4 ലക്ഷം. അപ്പോൾ 21 ലക്ഷം വരുന്ന മറ്റ് മുസ്ലിംസ് എന്ത് ചെയ്യും? അവർക്ക് മതപീഡനമില്ലേ? ഇല്ല, മതപീഡനമില്ല. അവിടെ മതപീഡനമല്ല റോഹിംഗ്യൻ മുസ്ലിംസ് ഫേസ് ചെയ്യുന്നത്. മ്യാൻമർ പറയുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്നവന്മാർ മുഴുവൻ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ഇവർ ഞങ്ങളുടെ പൗരന്മാരല്ല, ഇവർ ബംഗ്ലാദേശി പൗരന്മാരാണ്. അവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ സ്വീകരിക്കില്ല, നാച്ചുറലൈസ് ചെയ്യില്ല, ഇവർ ഞങ്ങളുടെ ആൾക്കാരല്ല. ഒന്നാമത്തെ കാര്യം. ഇനി റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ രണ്ടാമത്തെ വിഷയം. റോഹിംഗ്യൻ മുസ്ലിംസിന് വളരെ മാന്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ചരിത്രം മാത്രമല്ല ഉള്ളത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. എത്രയോ മുസ്ലിം രാജ്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്ത്. അടുത്ത ഗൾഫ് സ്ട്രീമിൽ എത്രയോ പേരുണ്ട്. ഏതെങ്കിലും രാജ്യം റോഹിംഗ്യൻ മുസ്ലിംസിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. കാരണം ഇതേ കാരണം, സെക്യൂരിറ്റി ത്രെട്ട്.
സൗദി അറേബ്യ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, ഇന്തോനേഷ്യ തയ്യാറല്ല, തായ്ലൻഡ് തയ്യാറല്ല. ഇവരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ബോട്ട് ഈ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് അടുക്കുന്ന സമയത്ത് വെടിവെച്ചാണ് അവർ തുരത്തിയത്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും കാരണം? നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ളത് രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഇനിയും മനസ്സിലായില്ല എങ്കിൽ ആർസ എന്ന പേരിൽ ഇവർക്കൊരു ഇൻസർജൻ്റ് യൂണിറ്റ് ഉണ്ട്. പഴയ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആറക്കാൻ റീജിയൻ ഉണ്ട്. ആറക്കാൻ നമ്മുടെ ജപ്പാൻ, ബർമ്മ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA, ബ്രിട്ടൻ ഒക്കെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ഏറിയയാണ് ആറക്കൻ പ്രോവിൻസ്. ഈ ആറക്കൻ മേഖല ഇന്ന് സൗത്ത് റഖൈൻ സ്റ്റേറ്റാണ്. റഖൈൻ, ഈ റഖൈൻ മേഖല എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആണ്. ഈ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ ആവശ്യം ഈ റഖൈൻ അവർക്ക് വേണം. അതുകൊണ്ട് അതിനെ ലിബറേറ്റ് ചെയ്ത് അവർക്ക് വെക്കാനായിട്ട് ആറക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന പേരിൽ ആർസ എന്ന സ്വന്തമായ ഇൻസർജൻ്റ് യൂണിറ്റ് ഉണ്ട്. ഇവർ പണ്ട് രണ്ടാം UPA കാലഘട്ടത്തിൽ അവിടുത്തെ മ്യാൻമറിലെ പോലീസുമായിട്ട് ഏറ്റുമുട്ടി വലിയ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. നാശനഷ്ടങ്ങൾ വരുത്തിയ സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശ്രീ സൽമാൻ ഖുർഷിദാണ്. അദ്ദേഹം അവിടെ പോയിട്ട് അവർക്ക് ആ രാജ്യത്തുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരമെന്നോണം ഒരു സഹായമെന്നോണം ഇന്ത്യ കൊടുത്തത് $1 മില്യൺ. ഇപ്പോൾ 2 ബസ്സോ 2 ബൈക്കോ കത്തിക്കുകയോ ഒന്നും അല്ല അവർ ചെയ്തത്. $1 മില്യൺ ഇന്ത്യ ധനസഹായം അവർക്ക് കൊടുത്തു. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അടുത്ത അയൽ രാജ്യങ്ങളോടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ടി നമ്മുടെ നരേന്ദ്രമോദി അവിടെ ഒന്ന് പോയി. ആ സമയത്ത് കലാപമുണ്ടാക്കി ഇവർ കുറേ പോലീസുകാരെ കൊന്നു. സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടോ ഇല്ലയോ? ഏറ്റവും അടുത്ത് 1 വർഷം മുൻപ് 2018 ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് റഖൈൻ സ്റ്റേറ്റിൽ 100ഓളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ, അത് പ്രിഡോമിനൻ്റ്ലി ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഈ ആർസ എന്ന ഗ്രൂപ്പ് അവർ ചിത്രങ്ങൾ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണേൽ ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ആൾക്കാരെ കൊന്നതിന് ശേഷം 4 വലിയ കുഴികളെടുത്ത് അതിൽ മൂടി. ആ ആൾക്കാർക്കാണ് ഇന്ത്യയിൽ പൗരത്വം. അതായത് ഇത്തിരി സമയം കൂടുതൽ എടുത്തുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് എടുക്കുകയാണ്. അടുത്തത് ശ്രീലങ്കൻ തമിഴ്സാണ്. ശ്രീലങ്കൻ തമിഴ്സ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, 25 ലക്ഷം മുസ്ലിങ്ങളുള്ള മ്യാൻമറിൽ 4 ലക്ഷം റോഹിംഗ്യൻസിന് മാത്രമാണ് പീഡനമെങ്കിൽ അത് മതപീഡനമല്ല, എത്നിസിറ്റിയാണ് ബേസിസ്. നിങ്ങൾ ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. തന്നെയുമല്ല, അവർ ഇൻസർജൻ്റ് യൂണിറ്റ് ഉണ്ടാക്കി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അത് റിലീജിയസ് പീഡനത്തിൽ വരത്തില്ല. അടുത്തത് ശ്രീലങ്കൻ തമിഴ്സാണ്. ശ്രീലങ്കൻ തമിഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതൊരു റിലിജിയനാണോ? തമിഴ് അല്ല, ഭാഷാപരമാണ്. സെക്ടേറിയൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയാം. ലിംഗ്വിസ്റ്റിക് പീഡനമാണ്. പോട്ടെ, ഏത് കാലഘട്ടത്തിലായിരുന്നു? ശ്രീലങ്കയിൽ സിവിൽ വാർ ഉണ്ടായിരുന്ന സമയത്താണ്. ഇനി ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ലാത്ത 2 കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. 1951 റെഫ്യൂജി കൺവെൻഷനും 67 പ്രോട്ടോക്കോളും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. പിന്നെന്താണ് വന്നിരിക്കുന്നത്? ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ള ഒന്നുണ്ട്. 2001 2004 ആണെന്ന് എൻ്റെ ഓർമ്മ. ന്യൂയോർക്ക് റെസല്യൂഷൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ തന്നെയാണ്. അത് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെഫ്യൂജീസ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ നാട്ടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് നൽകും. ശ്രീലങ്കൻ തമിഴ്സിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 1983 മുതൽ ഇപ്പോൾ വരെ ഇന്ത്യയിൽ 107 ക്യാമ്പുകളിലായി 1 ലക്ഷത്തോളം ശ്രീലങ്കൻ തമിഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട് റെഫ്യൂജി സ്റ്റേറ്റസിൽ. ഇവരെ തിരിച്ചവിടേക്ക് കൊണ്ടുവിടാനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 2018 ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന റനിൽ വിക്രമസിംഗെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവരെ തിരിച്ചു സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് അവരുടെ ജന്മനാട്ടിലേക്ക് അവർക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്, അങ്ങനെ തിരിച്ചു പോകാൻ ഇവർ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ സ്വീകരിക്കാനും ആ രാജ്യം തയ്യാറാണ്. ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ സ്ഥാനപതി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. മോഡി വന്നതിന് ശേഷം 50,000 വീടുകൾ അവിടെ വെച്ചു കൊടുത്തു. പണ്ട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ കൊന്നിരുന്ന ചരിത്രമുള്ള ആൾക്കാരാണ്. കിളിനോച്ചി, ജാഫ്ന, തലൈമന്നാർ മേഖലകളിലൊക്കെ വലിയ സമരം നടത്തിയിരുന്ന ആൾക്കാരാണ്. ഇന്ന് സിവിൽ വാർ കഴിഞ്ഞ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ആ രാജ്യം തയ്യാറായിരിക്കുമ്പോൾ പറ്റത്തില്ല, ഞങ്ങൾ ഇവർക്ക് പൗരത്വം കൊടുത്തേ അടങ്ങൂ എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് പറയണമെന്നാണോ പറയുന്നത്? തിരിച്ചു പോകുമ്പോൾ അവരെ അവിടെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല? ഒരു പ്രിൻസിപ്പിൾ ഇവിടെ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫൗൾമെൻറ്റ് എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരു അഭയാർത്ഥിയായിട്ടുള്ള ആളിനെ തിരിച്ചയാളുടെ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത്
അയാളെ അവിടെ ഉൾക്കൊള്ളുമോ, അയാൾക്ക് പീഡനമേൽക്കുമോ എന്നുള്ള ഒരു ടെസ്റ്റാണ്. യൂണിവേഴ്സലി യൂസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻറ്റ്. തിരിച്ചു ചെല്ലുന്ന സമയത്ത് അയാൾക്ക് പ്രശ്നമില്ല എങ്കിൽ സേഫാണ്, അയാളെ വിട്ടേക്കാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും ശ്രീലങ്കൻ ഗവൺമെൻറ്റും തമ്മിലുള്ള നിലവിലെ ധാരണ ഇവരെ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കാം എന്നാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ശ്രീലങ്കൻ തമിഴ് സ്നേഹമൊക്കെ കാണിച്ചിട്ട് വേണ്ടെണ്ണ ഒരു ചായയൊക്കെ കുടിച്ച് വിടിരിക്കുക, നിങ്ങളിവിടെ നിന്നാൽ മതി എന്ന് പറയുന്നതിൽ യുക്തിയില്ല. അത് പ്രൊക്രാസ്റ്റിനേഷൻ. തള്ളി നമ്മൾ അങ്ങോട്ട് പോകും. കള്ളം ഞാൻ അടുത്ത സെഷനിൽ പറയും. ആയിക്കോട്ടെ. ഈ കവലപ്രസംഗങ്ങളെ ഒന്നും നമ്മളാരും അധിക്ഷേപിക്കുന്നില്ല. കവലപ്രസംഗം എന്ന് പറയുന്നത് നടക്കേണ്ടതാണ്. എല്ലാവർക്കും എപ്പോഴും ടെലിവിഷൻ ചാനലുകളിലോ റേഡിയോയിലോ ഒന്നും തന്നെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. ആൾക്കാരെ കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ഹാളിലുള്ള സെഷനുകൾ, പൊതുനിരത്തുകളിലുള്ള സെഷനുകൾ, അതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനെ ആരും വില കുറച്ച് കാണുന്നില്ല. നെഹ്റുവും ഗാന്ധിയും ബോസും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 16 വർഷത്തോളമായിട്ട് ബോസിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. 16 വർഷം. അതിൻ്റെ ഭാഗമായി നെഹ്റുവിനെ പറ്റിയും ഗാന്ധിയെ പറ്റിയും അംബേദ്കറിനെ പറ്റിയും ഒക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ കവലപ്രസംഗങ്ങൾ മാത്രമല്ല നടത്തിയിരുന്നത്. വെറുതെ ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോണല്ലേ, വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ BBC ഒക്കെ നമ്മുടെ അംബേദ്കറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നതൊക്കെ കാണാം. ഇന്ത്യയിൽ 1947 നവംബർ 12 ആദ്യമായിട്ട് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇവരൊക്കെ അന്നുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും ബ്രിട്ടീഷ് പാത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ വിടുന്നതൊക്കെ അന്നത്തെ ഉണ്ടായിരുന്ന ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കിട്ടിയിരുന്ന എല്ലാ മാർഗ്ഗങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിച്ചു. അത് വേറൊന്നിൻ്റെ ദോഷമെന്നല്ല പറഞ്ഞത്, കിട്ടിയിരുന്ന മാർഗ്ഗങ്ങൾ എല്ലാവരും നന്നായി ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. ഇനി മറ്റൊന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞു പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. എന്താണ് നമ്മുടെ ഈ ലോട്ടൻബർഗ്, ഇതിലെവിടെയാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചില്ലേ? ലോട്ടൻബർഗ് അമെൻമെൻറ്റിൽ, ലോട്ടൻബർഗ് സ്പെക്ടർ അമെൻമെൻറ്റിൽ ചെറിയ ചില ഭാഗങ്ങൾ വായിക്കാം. Enacted in 1990 as part of the US Foreign Operations Budget to facilitate resettlement of Jews. മതമാണോ? ജുഡായിസം? ജ്യൂസ്? അതോ കുടിക്കുന്നതാണോ? കുടിക്കുന്നതല്ല, അതിൻ്റെ സ്പെല്ലിംഗ് വേറെയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ Jews from the former Soviet Union allowed to bring tens of thousands to safety. As the worldwide refugee situation changed, Lautenberg Amendment was expanded to include persecuted religious minorities in other countries such as Jews, Christians, Baha'is from Iran. ഇതിൽ കൂടുതൽ വായിക്കേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊന്ന്, നമ്മുടെ ലിയാഖത്ത് നെഹ്റു പാക്ട്. എന്തായിരുന്നു പ്രശ്നം? ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ അല്ലേ? അതായത് മതമില്ലാതെ പിന്നെ എന്ത് മൈനോറിറ്റി എണ്ണാന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഇറസ്പെക്റ്റീവ് ഓഫ് മൈനോറിറ്റീസ് എന്ന് എന്തിനാണ് ലിയാഖത്ത് നെഹ്റു പാക്റ്റിൽ എഴുതിയത്? എന്തോ 2 രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് വിഭിന്ന വിഭാഗങ്ങളായതുകൊണ്ടാണ്. അല്ലാതെ ആ ആക്ടിനകത്തിൽ ഞാൻ മൈനോറിറ്റീസ് എന്നുള്ള കോളത്തിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഇതിൽ ആർക്കും പ്രയോജനം കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്നാണ്. അതിനല്ല. അപ്പം വായിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യു ആർ മിസ്സിങ് ദ വുഡ്സ് ഫോർ ദ ട്രീസ്. നിങ്ങൾ ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കൂ. നിങ്ങൾ ആ വാക്കിലേക്ക് മാത്രം പോയി വാക്കിൻ്റെ അർത്ഥമല്ല നോക്കേണ്ടത്, ആ വാക്ക് സെൻറ്റൻസിൽ എന്താണ് എന്നാണ് നോക്കേണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന മൈനോറിറ്റി ഇതല്ലെങ്കിൽ പിന്നെ എന്ത് മൈനോറിറ്റിയാണെന്നാ പറയും. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നെഹ്റു ലിയാഖത്ത് പാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന മൈനോറിറ്റി ഇത് റിലീജിയസ് മൈനോറിറ്റി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ പറ്റിയാണ് ആ മൈനോറിറ്റി എന്ന് പറയുന്നത്? വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണോ മൈനോറിറ്റി വരുന്നത്? അല്ല. അന്ന് പറഞ്ഞിരിക്കുന്ന ഈ 2 വിഭാഗങ്ങളിലും 2 രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് ഡിഫറൻ്റ് ആണ്, ഡിഫറൻ്റ് റിലിജിയൻസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ എന്നതിനകത്തിൽ ഉപയോഗിച്ചത്. കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മൈനോറിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ 2 രാജ്യങ്ങളും മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മൈനോറിറ്റി കമ്മീഷൻ. നമ്മുടെ നാട്ടിലെ മൈനോറിറ്റി കമ്മീഷനെ പറ്റി അറിയില്ലേ? 1992 മൈനോറിറ്റി കമ്മീഷൻ ആക്ട് ഉണ്ടല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചതാണല്ലോ, പാർലമെന്റ് പാസ്സാക്കിയതാണല്ലോ. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? 4-5 മതവിഭാഗങ്ങൾ. ജൈൻസ് പിന്നീടാണ് അതിനകത്ത് ചേർക്കുന്നത്. 5 മതവിഭാഗങ്ങൾ. ഈ മതവിഭാഗങ്ങളാണ് ഇന്ത്യയിലെ മൈനോറിറ്റീസ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. റിലീജിയസ് പെർസിക്യൂഷൻ ആണോ കാരണം? അല്ല. സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ആണോ കാരണം? അല്ല. സിഖുകാർ അതിനകത്തിലുണ്ടല്ലോ. സിഖുകാർക്ക് എന്താ സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഉണ്ടോ? ഏത് സിഖുകാരനാണ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഉള്ളത്? ഇല്ല.
ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരെ ഉണ്ടായിട്ടുള്ള കരസേന, വ്യോമസേന, നാവികസേനയൊക്കെ നയിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരും ദേശഭക്തരായിട്ടുമുള്ള സിഖുകാർ എന്തിൻ്റെ ബാക്ക്വേർഡ്നെസ്സിൻ്റെ പേരിലാണ് മൈനോറിറ്റി കമ്മീഷനിൽ വന്നത്? മതത്തിൻ്റെ പേരിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലേ? മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മതം എന്ന് പറയുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു അഭിഭാഷകനെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 1. 2, അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ത്യയിലുണ്ടല്ലോ. സിഖുകാരല്ലേ, സിഖുകാർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചിട്ട് സിഖുകാർക്ക് ഹെൽമെറ്റ് വെക്കണോ? സിഖുകാർക്ക് ഹെൽമെറ്റ് വെക്കണോ? വേണ്ട. അതെന്തേ? മതത്തിൻ്റെ പേരിലല്ലേ ഇത്? മതം മാത്രമാണ് ആധാരം. മതത്തിൻ്റെ പേരിൽ സിഖുകാരൻ തലയിൽ ഹെൽമെറ്റ് വെക്കണ്ട. ശരി, കൃപാണുണ്ടല്ലോ കയ്യിൽ, ഇല്ലേ? കൊണ്ട് നടക്കാൻ പറ്റത്തില്ലേ? ആയുധം കൊണ്ട് നടക്കാൻ പറ്റും. സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെങ്കിലും അത് അനുവദനീയമാണ്. എയർപോർട്ടുകളിലോ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മതത്തിന് കൊടുത്തിരിക്കുന്ന പ്രിവിലേജാണ്. ഏറ്റവും അടുത്ത് ഇപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നപ്പോൾ കുറച്ച് വിവാദമായി. സിഖുകാരെന്ന് ഞാൻ പറയുമ്പോൾ ടർബൻ ധരിച്ച സിഖുകാരെന്ന് മാത്രമല്ല, സിഖ് വനിതകൾ ടർബൻ ധരിക്കാറുണ്ടോ? ഇല്ല. സിഖ് വനിതകൾക്കും ഹെൽമെറ്റ് വെക്കണ്ടല്ലോ. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റ് വന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ടർബൻ ധരിച്ചിരിക്കുന്ന സിഖുകാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നമായി. സിഖ് കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ പറഞ്ഞു, നമുക്കിതുവരെ ഇല്ലായിരുന്നല്ലോ ലേഡീസിന്, അപ്പോൾ ഇതെന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര മന്ത്രാലയം തന്നെ പറഞ്ഞിരിക്കുന്നു, അമെൻമെൻറ്റ് വരുത്തിയിരിക്കുന്ന ഭാഗം മാത്രമാണ് റീനോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്നതിനെ മാറ്റി എന്നല്ല. നിങ്ങൾ വെക്കുന്നില്ലെങ്കിൽ വെക്കണ്ട. അപ്പോൾ ആ എക്സംഷൻ എന്തിൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്? മതത്തിൻ്റെ പേരിൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് എന്തിൻ്റെ പേരിലാണുള്ളത്? മതത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഇനി ഈ മൈഗ്രൻസിൻ്റെ കാര്യം പറഞ്ഞു. ഈ പല ഡോക്യുമെൻറ്റ്സുകളും നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ആരാണ് ഇല്ലീഗൽ മൈഗ്രൻ്റ്, ആരാണ് റെഫ്യൂജി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ പ്രശ്നം ഈ 2 ടേംസും ഇൻ്റർചേഞ്ചബിളി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. വേറൊരു രാജ്യത്ത് നിന്നുള്ള ആളാണ് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, വീസ ഇല്ല, ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻറ്റും ഇല്ല, ഞാൻ ഏതൊക്കെയോ വഴി ഉഡായിപ്പിൽ സ്കൂട്ടായി കയറി, ഞാൻ ഇല്ലീഗൽ മൈഗ്രൻ്റാണ്. 2, ഈ രേഖയെല്ലാം കൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് വാലിഡായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇതിനൊക്കെ ഒരു എക്സ്പയറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്പയറി തീർന്നു, ഞാൻ പോയില്ല എങ്കിൽ എക്സ്പയർ ആയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഇല്ലീഗൽ മൈഗ്രൻ്റാണ്. അപ്പോൾ റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ആ റെഫ്യൂജി സ്റ്റേറ്റസ് കിട്ടണമെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു SOP ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. റെഫ്യൂജി ആണെങ്കിൽ ഒരു പീഡനം, ഏതെങ്കിലും രീതിയിലുള്ള പീഡനം, ആ പീഡനം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പീഡനമാകാം, മതപീഡനമാകാം, സെക്ടേറിയൻ ആകാം, ലിംഗ്വിസ്റ്റിക് ആകാം, യുക്തിവാദി ആയതുകൊണ്ടാകാം, എന്തുമാകാം. ആ പീഡനം ഞാൻ ഇവിടെ നേരിടുന്നുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുക, സർക്കാർ അതിൽ കൺവിൻസ്ഡ് ആകുക, സർക്കാർ നിങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് റെഫ്യൂജി സ്റ്റേറ്റസ് അവർക്ക് കൊടുക്കും. ആ റെഫ്യൂജി സ്റ്റേറ്റസ് കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് 11 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം കിട്ടും. അതിൽ മതം ഒരു ഘടകമാണോ? അല്ല. ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള മതഭൂരിപക്ഷങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? പറ്റും. ആരെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ പേരിൽ ഇന്ത്യ പൗരത്വം നൽകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ആകെയുള്ള ഒരേ ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന മതപീഡനം നേരിടുന്ന ആൾക്കാർക്ക്, ആ മതപീഡനം നേരിടുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് CAA കൊണ്ടാണോ അവരെ തിരിച്ചങ്ങോട്ട് വിടുന്നത്? നമ്മൾ ഈ ഡിറ്റൻഷൻ സെൻ്ററുകളിലേക്കൊക്കെ വിടുക എന്ന് കേട്ടു. എന്താ ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ? എന്താ? തടങ്കൽ പാളയം. എന്താ അത്? ജയിലോ? അതോ അവരെ പീഡിപ്പിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പാണോ? ഗ്യാസ് ചേമ്പറാണോ? ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രസംഗിക്കുന്നത്. അല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വഴിയല്ല ഒരാളെയും ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് വിടുന്നത്. ആളെ അവിടേക്ക് വിടുന്നത് മതിയായ രേഖകളില്ലാത്ത ഒരാളിനെ പാസ്പോർട്ട് ആക്ടിൻ്റെ പേരിലും ഫോറിനേഴ്സ് ആക്ടിൻ്റെ പേരിലും ഇത് വയലേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് പിടിച്ച് ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് വിടുന്നത്. ഈ ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് വിടുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഭരണഘടനയിലുണ്ടല്ലോ ആർട്ടിക്കിൾ 19,
ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാളിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇനി ആ ആളിനെ അയാളുടെ ഒറിജിനേറ്റിംഗ് കൺട്രി ഏതാണെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ദേ നിങ്ങളുടെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇയാളെ ഞങ്ങൾ തിരിച്ചുവിടുകയാണ് എന്ന് പറഞ്ഞു വേണം തിരിച്ചുവിടാൻ. അല്ലാതെ എങ്ങനെ തിരിച്ചുവിടുന്നത്? ഇപ്പോൾ ഇന്ത്യ റോഹിംഗ്യക്കാരെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് റോഹിംഗ്യക്കാരുടെ, 2 കൊല്ലമായിട്ട് നടക്കുക കേസ്. റോഹിംഗ്യൻസ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കിവിടെ അഭയം തരണം. അഭയം തരിക എന്ന് പറയുമ്പോൾ പൗരത്വം എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ആൾക്കാരൊക്കെ ഈ ആർട്ടിക്കിൾ 14 കണ്ട് വിചാരിച്ചിരിക്കുന്നത് ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കയറി വന്ന് സമത്വം ആവശ്യപ്പെട്ട് പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെയില്ല. ഇവിടെ കൊടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ രേഖകൾ വെരിഫൈ ചെയ്തതിന് ശേഷം, അല്ലാതെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങ് എടുത്തു വെച്ചിരിക്കുകയല്ല പൗരത്വം കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാം. അത് ഡീപ്പോർട്ട് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വെച്ചിട്ടല്ല, ഫോറിനേഴ്സ് ആക്റ്റും പാസ്പോർട്ട് ആക്റ്റും അനുസരിച്ചാണ്. അതനുസരിച്ച് ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ക്ലിയറൻസ് ഉണ്ടാകുന്നത് വരെ നിങ്ങളെ താൽക്കാലികമായി പാർപ്പിക്കാനുള്ള സ്ഥലമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. അത്തരം ക്യാമ്പുകളിൽ നിങ്ങൾക്ക് റേഷനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് വെള്ളം കിട്ടും, നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ട്, നിങ്ങൾക്ക് കുട്ടികൾക്ക് കളിസ്ഥലമുണ്ട്, പഠിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഈ ഹെൽത്ത് ക്യാമ്പുകളുണ്ട്, ഫെസിലിറ്റികളുണ്ട്, ഡോക്ടർ ഫെസിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അല്ലാതെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല താമസിപ്പിക്കുന്നത്. ആൾക്കാർക്കെല്ലാം അത്തരത്തിലുള്ള ഒരു പേടിയുണ്ട്. ഒരു വിദേശ പൗരനോട് കാണിക്കേണ്ട ബഹുമാനമെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അല്ലാതെ രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് ഡോക്ടർ കൊടുക്കുന്ന പോലെ ഇടി കൊടുക്കുകയൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല അവിടെ ആൾക്കാർ കഴിയുന്നത്. അവിടെയുള്ള ആൾക്കാരോട് മാന്യമായി പെരുമാറുകയും ആ രീതിയിലുമാണ് നടക്കുന്നത്. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം, സമയം അതിക്രമിക്കുന്നു. ആൾക്കാർക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഡാൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു, അല്ലേ? റൈറ്റ് ടു സ്മൈൽ. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? സ്ലീപ്പ്, ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോന്ന്? ഉണ്ട് സാർ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിതത്തിൻ്റെ ഭാഗമാണിതെല്ലാം. ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഉറങ്ങാൻ, എനിക്ക് നടക്കാൻ, എനിക്ക് ഡാൻസ് കളിക്കാൻ, ഇതെല്ലാം ആർട്ടിക്കിൾ 21 എനിക്ക് തരുന്ന റൈറ്റ് ടു ലൈഫാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് ചെയ്താലോ, സംസാരിച്ചാലോ, പാട്ട് പാടിയാലോ, സ്വപ്നം കണ്ടാലോ ഒന്നും അത് ഭരണഘടനാ വിരുദ്ധമല്ല. ഭരണഘടന നിങ്ങൾക്ക് തരുന്ന ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ആർട്ടിക്കിൾ 21 അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു 4-5 മിനിറ്റ് എടുത്തതിന് ശേഷമാണത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്ക് 1 മിനിറ്റേ വേണ്ടൂ. കാരണം ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ് എന്ന് പൂർണ്ണമായിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ല ക്ലാരിറ്റി കിട്ടും. കേട്ടോളൂ. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21 വിഭാവനം ചെയ്യുന്നത്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമപ്രകാരമാണെങ്കിൽ ഇതിന് അവകാശമില്ലെന്ന് സാരം. മനസ്സിലായില്ലേ? വെളിയിൽ നിന്ന് കയറി വരുന്ന ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിന് ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് തുല്യത വേണം, എനിക്ക് ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ഇന്ത്യൻ സർക്കാർ ബാധ്യസ്ഥമല്ല. കാരണം ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എല്ലാ പേർക്കും ഒരേപോലെ കൊടുക്കുന്നതിനുള്ളതല്ല. അതിനെ പറഞ്ഞിരിക്കുന്നു എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർട്ടിക്കിൾ 21 അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് എങ്കിൽ ഫോറിനേഴ്സ് ആക്ട് പിന്നെന്തിനാ? പാസ്പോർട്ട് ആക്ട് പിന്നെന്തിനാ? ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് അനധികൃതമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് വിടണമെന്ന് എന്തിനാ പറയുന്നത്? ആർട്ടിക്കിൾ 21 ഉണ്ടല്ലോ, തുല്യതയുണ്ടല്ലോ, ഇവിടെ താമസിപ്പിച്ച പോരെ. അതെന്താ കാര്യം തിരിച്ചുവിടുന്നത്? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് വെറുതെ ഉള്ള തുല്യതയോ വെറുതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമോ വെറുതെ ഉള്ള പേഴ്സണൽ ലിബർട്ടിയോ അല്ല, നിയമവിധേയമാണ് എന്ന് സാരം. ആ നിയമവിധേയം തന്നെയാണ് മറ്റൊരാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ്റെ ചെവിയുടെ കീഴിൽ കൊണ്ടുവന്ന് മാലപ്പടക്കം പൊട്ടിക്കാതെ ഇരിക്കുക എന്നും പറയുന്നത്. എൻ്റെ റൈറ്റ് ടു ലൈഫാണ്, എൻ്റെ പേഴ്സണൽ ലിബർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മറ്റവനുമുണ്ട്, കിടന്നുറങ്ങുന്നവനുമുണ്ട്. നിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ മുന്നിൽ അവസാനിക്കുമെന്നാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ സ്പേസാണ്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒന്ന്. ഇനി ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യമാണ്. CAA എങ്ങനെയാണ് ഒരാളിൻ്റെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്? ഒരാളിന് മതം ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം.
എനിക്കത് അനുവർത്തിക്കാം, മറ്റുള്ളവരോട് പറയാം, അതിനെപ്പറ്റി എല്ലാവരിലും ബോധവാന്മാരാക്കാം ആൾക്കാരെ, അല്ലേ, പ്രചരിപ്പിക്കാം. സി എ കൊണ്ടെന്താ കുഴപ്പം? സി എയിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ ഏതൊക്കെയോ മതവിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൗരത്വം നൽകും. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ മതം പാലിക്കേണ്ടെന്ന് പറഞ്ഞോ? ഏതെങ്കിലും മുസ്ലിമിനോട് പറഞ്ഞോ, ഡേ നീ നാളെ മുതൽ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറയുന്നില്ല. ഒരാളിൻ്റെ മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ല ആർട്ടിക്കിൾ 25 അനുസരിച്ച് സി എ. ഇനി ആർട്ടിക്കിൾ 25 പറയുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആർട്ടിക്കിൾ 25 വെറുതെ നിങ്ങൾക്ക് അങ്ങ് പ്രീച്ച് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്ന് മാത്രമല്ല പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സബ്സെക്ഷൻ, നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അഫക്ട് ദി ഓപ്പറേഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് ലോ or prevent the state from making any law regulating or restricting any economic, financial, political or other secular activity which may be associated with religious practice. അതായത് സർക്കാരിന് അവിടെയും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. നേരിട്ട് ആപ്ലിക്കബിൾ ആവുന്നില്ല ആർട്ടിക്കിൾ 25 26 ഒന്നും, എന്നാൽ പോലും. ഇനി മറ്റൊന്ന്, ആർട്ടിക്കിൾ 19. അദ്ദേഹം ആർട്ടിക്കിൾ 15 പറ്റി പറഞ്ഞു. ആർട്ടിക്കിൾ 15 പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇത് ആർക്കാണ്? ഇന്ത്യൻ സിറ്റിസൻസിന് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21 പേഴ്സൺസ് എന്നേ പറയുന്നുള്ളൂ, അതായത് വ്യക്തികൾ. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാവരും വ്യക്തികളാണ്. അത് സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നില്ല. ആർട്ടിക്കിൾ 14 അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ തുല്യത എന്ന് പറയുന്നതും പേഴ്സൺസിനാണ്, വ്യക്തികൾക്കാണ്. അവിടെ നാഷണാലിറ്റി ചോദിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് സിറ്റിസൺസിനാണെന്ന്. ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്നാണ് സിറ്റിസൺ ആയത്? അവൻ ആദ്യം സിറ്റിസൺ ആയെങ്കിൽ മാത്രമേ അവൻ ആർട്ടിക്കിൾ 15 ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ വിദേശത്തു നിന്ന് ഏതൊരുത്തനും വേണമെങ്കിൽ ഇവിടെ ഡോർ തുറന്ന് കിടക്കുക, ഗേറ്റ് കടന്നോ ചാടിയോ വന്നിട്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 19 സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 15 അനുസരിച്ച് എനിക്ക് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനയിൽ ഒറ്റ ആർട്ടിക്കിൾ മതി, ആർട്ടിക്കിൾ 21 യൂണിവേഴ്സൽ ഫ്രീഡം. അങ്ങനെയല്ല. ഇനി ഈ ഡിറ്റൻഷൻ ക്യാമ്പുകളിലെ 29ാമത്തെ മരണം ഒഴിവാക്കാനുള്ള ഒരു പ്രക്രിയയല്ല ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ കഴിയുന്നത് സാധാരണ മനുഷ്യരാണ്. അവരും പ്രായമാകും, പ്രായാധിക്യമുണ്ടാകും, അവർക്ക് അസുഖങ്ങളുണ്ടാകാം. സാധാരണഗതിയിൽ മനുഷ്യർ മരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അവരവിടെ മരിക്കും. മരണം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയല്ല ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് ഒരാളിനെ അയക്കുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, അവിടെയുള്ള ആളിന് പറ്റിയിരിക്കുന്ന അബദ്ധം, ആ അബദ്ധം എന്ന് പറയുന്നത് അക്നോളജ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കേന്ദ്ര സർക്കാരോ പാർലമെൻറ്റോ ഒന്നുമല്ല കുറ്റക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആസാമിൽ ഇപ്പോൾ ഗോൾപാറയിലുണ്ട് അവിടെ ഡിറ്റൻഷൻ സെൻ്ററുണ്ട്, സിൽച്ചാറിലുണ്ട് ഡിറ്റൻഷൻ സെൻ്ററുണ്ട്. ഈ സെൻ്ററുകളൊക്കെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോടതി ആവശ്യപ്പെട്ടിട്ടാണ്, അല്ലേ? ആസാമിലെ NRC കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണോ? പാർലമെൻറ്റ് പാസ്സാക്കി കൊണ്ടുവന്നതാണോ? അല്ല. 1985-ൽ 1979 മുതൽ 85 വരെ ആസാമിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് യൂണിയൻ്റെയും മറ്റും പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനൊക്കെ പറഞ്ഞു, ഇവിടെ 71-ലെ പാർട്ടീഷൻ, മറ്റേ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിപ്പോൾ വന്ന് ഞങ്ങളെക്കാളി കൂടുതൽ, ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയാണ്, വന്ന് മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളാണെന്ന് പറയുന്നത് പോലെ ഇവിടെ വന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് പ്രക്ഷോഭങ്ങൾക്ക് 6 വർഷം കഴിഞ്ഞ സമയത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹമാണ് പറയുന്നത്, ശരി, ആസാം അക്കോർഡ്, ആസാം ഉടമ്പടി നമ്മൾ സൈൻ ചെയ്യുന്നു. അതനുസരിച്ച് 1971 മാർച്ച് 24 അർദ്ധരാത്രി വരെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ വാലിഡ് രേഖകളുള്ളവർക്ക് മാത്രം പൗരത്വം നൽകുന്നു, അല്ലാത്തവനെ എല്ലാം പുറത്താക്കുന്നു. അതാണ് NRC. ഈ NRC പിന്നീട് നടപ്പാക്കാതിരുന്നത് കൊണ്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ 2 പേര് കേസ് കൊടുക്കുന്നു, കേസ് നടക്കുന്നു. അവസാനം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട്, UPA സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ സാധനം നടത്തണം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായിട്ടല്ല ഈ ആൾക്കാരെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഒന്നും പേരിലല്ല, NRCയുടെ പേരിലല്ല, അവരെ മൂവ് ചെയ്യുന്നത് ഫോറിനേഴ്സ് ആക്ടിൻ്റെയും നേരത്തെ പറഞ്ഞതുപോലെ പാസ്പോർട്ട് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവരെ ഡിറ്റൻഷൻ സെൻ്ററുകളിലേക്ക് മാറ്റുന്നത്. പിന്നെ ഈ ആ പ്രോസസ്സിൽ അത് സുപ്രീം കോടതി നേരിട്ട് മോണിറ്റർ ചെയ്തിരുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അത് അക്നോളജ് ചെയ്തിട്ടുണ്ട്, നടത്തിയിരുന്ന ഉദ്യോഗസ്ഥർ അക്നോളജ് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി അക്നോളജ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോസസ്സിൽ എന്തൊക്കെ നടക്കാമോ ആ എറേഴ്സ് എല്ലാം നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു പാസ്പോർട്ടിൽ പേര് തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതേ നടപടിക്രമം ഇവിടെയും തുടരേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ തുടരേണ്ടതാണ്. അത് തുടരേണ്ടതാണ്. ആ പ്രോസസ്സിനിടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്.
പക്ഷേ അത് NRCയുമായി ബന്ധപ്പെട്ട ഒരു മരണമാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ക്യൂ നിന്ന് ആൾ മരിച്ചു, ക്യൂ നിൽക്കാൻ പോയ വഴിക്ക് ബൈക്ക് തട്ടി ആൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കണ്ടില്ലേ? അതുപോലെയാണ്. അപ്പോൾ അതിനെ NRCയുമായി ബന്ധപ്പെട്ട മരണമായിട്ട് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ അക്നോളജ് ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ ഏറ്റവും ഒരുപക്ഷെ എല്ലാവരും ചർച്ച ചെയ്തിരുന്ന 2 തെറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പഴയ പ്രസിഡൻറ്റിൻ്റെ ലീനിയേജിലുള്ള, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ലീനിയേജിലുള്ള ഒരാളാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ. അദ്ദേഹം പറഞ്ഞിരുന്നു വളരെ വ്യക്തമായിട്ട്, scroll.in എന്ന് പറഞ്ഞ മാധ്യമം BJP വിരുദ്ധ മാധ്യമമായതുകൊണ്ട് ഞാൻ അതിനെ കോട്ട് ചെയ്യുന്നത്, അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് ഇന്നതുപോലെ പറഞ്ഞു, ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞതല്ലാതെ ഹാജരാക്കാൻ രേഖകളുണ്ടായിരുന്നില്ല. നമ്മളിൽ ആരെങ്കിലും ആണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ ഇന്നയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ കൊടുക്കുമോ? ഞാനിപ്പോൾ ഇരിക്കുക, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം ഞാൻ ഉമ്മൻചാണ്ടിയുടെ അനന്തരവനാണ്, ശരി, അതുകൊണ്ട് എനിക്ക് പൗരത്വം വേണം, കൊടുക്കാൻ പറ്റില്ല. സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, ഞാൻ ഉമ്മൻചാണ്ടി, എനിക്ക് വോട്ട് ചെയ്യണം, വോട്ടർ പട്ടികയിൽ പേരുണ്ട്, ID കാർഡ് കൊണ്ടുവരാൻ പറയും. ഉമ്മൻചാണ്ടിയാണെന്ന് ഉമ്മൻചാണ്ടിക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ID കാർഡ് വേണം. അവിടെ അദ്ദേഹം ഈ ID കാർഡ് കൃത്യസമയത്ത് കൊണ്ടുവന്നില്ല. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് സ്ഥലം വാങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പോയി അതുമായി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത 120 ദിവസം ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാമായിരുന്നു. അദ്ദേഹം പോയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. മറ്റൊന്ന് നമ്മൾ കേട്ടിരുന്നത് കാർഗിൽ വാർ വെറ്ററൻ ഒരാൾ അല്ലേ, കാർഗിൽ വാർ വെറ്ററിനെ പറ്റി ഇതേപോലെ ഒരു വാർത്ത കേട്ടു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ വരെ, ധീരതയ്ക്കുള്ള മെഡൽ വരെ വാങ്ങിയിരുന്ന ആളാണ്. അദ്ദേഹം പുറത്തുപോയി. എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോയത്? അദ്ദേഹം പുറത്തു പോകുന്നതിനുള്ള കാരണം, അദ്ദേഹം ജനിച്ചിരുന്ന വർഷം 1967, സർവീസിൽ കയറിയ വർഷം 1987. തൻ്റെ 20ാമത്തെ വയസ്സിൽ സർവീസിൽ എൻലിസ്റ്റ് ചെയ്ത ആളാണ്. അദ്ദേഹം കൊടുത്ത വിവരം മാറിപ്പോയി. 1987 പകരം 78 എന്ന് കൊടുത്തു. അന്ന് അദ്ദേഹത്തിന് 11 വയസ്സേ ആകുമായിരുന്നുള്ളൂ. 11 വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിലേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു സസ്പെക്റ്റഡ് ഐഡൻറ്റിറ്റിയുടെ കേസായി. ഇനി ഈ NRC പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ല. ആദ്യത്തെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നറിയോ? അതാരും പറഞ്ഞില്ല അല്ലേ. 2008 അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞ് ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് മുന്നിൽ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. NRC ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് CA ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് 2008 ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. അതിൽ പറയുന്നത് 2008 അദ്ദേഹത്തിനെതിരെ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ കേസുണ്ട്, അദ്ദേഹം വിദേശ പൗരനാണ് എന്ന രീതിയിൽ. അത് ഫോഴ്സസിൽ നിന്ന് തന്നെ എന്തോ ആണ് ആരോ അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള എൻക്വയറികൾ നടന്നു വരുന്ന സമയത്താണ് NRCയിൽ നിന്ന് ഇദ്ദേഹം പുറത്താകുന്നത്. സ്വാഭാവികമായും ആ സമയത്ത് പാസ്പോർട്ട് ആക്ട്, ഫോറിനേഴ്സ് ആക്ട് എന്നിവ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതി തന്നെ ആ കേസിൽ പറഞ്ഞു അദ്ദേഹത്തെ തൽക്കാലം ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് സമയം അതിക്രമിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. ഈ ഡിറ്റൻഷൻ സെൻ്ററുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ ഡിറ്റൻഷൻ സെൻ്ററിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ TV വെച്ച് ആൾക്കാരെ കാണിക്കുക, അങ്ങനെയൊന്നുമല്ല. മനുഷ്യന് മാന്യമായി താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണുവാ. ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരാളിന് നിങ്ങൾ ഇന്ത്യയിലുള്ള പൗരനുള്ള എല്ലാ സഞ്ചാര സ്വാതന്ത്ര്യവും അവിടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾ കൊടുക്കണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അയാൾ ഇല്ലീഗലായിട്ട് എന്നാൽ പിന്നെ ഈ കൊലപാതകമൊക്കെ നടത്തിയിരുന്നവരെ അങ്ങ് വെറുതെ വിട്ടാൽ പോരെ? നീ പോയിട്ട് എല്ലാ ദിവസവും വന്ന് എല്ലാ ശനിയാഴ്ച വന്ന് ഒപ്പിട്ടാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അവനിവിടെ സ്വാതന്ത്ര്യമില്ല. ആർട്ടിക്കിൾ 19ഉം 15ഉം ഇന്ത്യൻ പൗരന് നൽകുന്ന സ്വാതന്ത്ര്യം അവനില്ല. അങ്ങനെയുള്ളവനെ ടെമ്പററി പാർപ്പിക്കുകയാണ് ഇവിടെ, എന്നിട്ട് അവനെ അങ്ങോട്ട് തിരിച്ചുവിടാനാണ്. അതവൻ്റെ ഒരു സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പറ്റില്ല. CRPF പിന്നെ അവിടെ നിൽക്കണ്ടേ? CRPF നിൽക്കാതെ പിന്നെ അവിടെ ആര് നിൽക്കും? ഏതെങ്കിലും പാർട്ടിക്കാരെ വെച്ചിട്ട് ദിവസം റോള് നിങ്ങൾ മാറി നിന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കാരണം ഇവർ വിദേശ പൗരന്മാരാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതാരാണ് നോക്കേണ്ടത്? അത് ചെയ്യേണ്ടുന്നതിൻ്റെ ബാധ്യത ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ്. ഇത് BJP ഗവൺമെൻറ് മാത്രം വന്നപ്പോൾ തുടങ്ങിയതല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ശ്രീലങ്കയിൽ റെഫ്യൂജി സ്റ്റേറ്റസ് ഉള്ള റെഫ്യൂജി ക്യാമ്പിന് കാവൽ നിൽക്കുന്നത് ആരാ? ഇതേപോലൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി 3 വർഷം ഡിറ്റൻഷൻ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള 2 ആൾക്കാർ ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ജാമ്യത്തുക 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതിനുള്ള ചില ഫോർമാലിറ്റി ഉണ്ട്. ഇവർ കുഴപ്പക്കാരല്ല എന്ന് തോന്നി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ 3 വർഷം കഴിയുന്ന സമയത്ത് അവർക്ക് പുറത്തു വരാം, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാം, പണം ഉണ്ടാക്കാം, അവിടെ വന്ന് ഒപ്പിടുകയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത് ശ്രീലങ്കൻ തമിഴിയൻസ് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കൻ തമിഴിയൻസ് ആയിട്ടുള്ള 1 ലക്ഷം ആൾക്കാരിൽ
35,000 ആൾക്കാർ ഇതേ ജാമ്യ വ്യവസ്ഥ കാരണം പുറത്തു നിൽക്കുകയും ജോലി ചെയ്യുകയും പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായി പോയി ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജ്യം അവരോട് നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ അവരോട് നൽകുന്ന ഒരു വിവേചനമല്ല, അവർക്ക് നൽകുന്ന ഒരു പ്രിവിലേജാണ്. ചില വക്കീലന്മാർക്കൊരു തന്ത്രമുണ്ട്. ഇത് ശരിയാണെങ്കിൽ ഇവൻ വക്കാലത്ത് എനിക്ക് കൊണ്ട് തരുമല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ പറയും, എവൻ്റെ ഡിറ്റൻഷൻ ക്യാമ്പുണ്ട്, അവിടേക്ക് പോകണ്ട എങ്കിൽ എൻ്റെ അഡ്രസ്സ് ഇന്നതാണ്, അവിടെ വന്ന് നമുക്കൊരു വക്കാലത്ത് ഒപ്പിട്ടാൽ ഞാൻ നിങ്ങളെ വെളിയിൽ കൊണ്ടുവരാം. അതവിടെ ഇരിക്കട്ടെ, അതൊരു പ്രൊഫഷണൽ കാര്യമാണ്. ഇനി കള്ളം 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതാന്നു, ഇത് കള്ളമല്ലല്ലോ, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം 5.5 മിനിറ്റ് അദ്ദേഹം കൂടുതൽ എടുത്തത് കൊണ്ട് അതിൻ്റെ ലക്ഷറിയിൽ ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചു, ആരാണ് നമ്മുടെ ഈ പറയുന്ന ആളെന്നല്ലേ, ഈ സനാഉള്ള ഖാൻ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബത്തിലുള്ള ആൾ ആരാണ് എന്ന് അല്ലേ. ഒരു സെക്കൻഡ്, അദ്ദേഹം ഒന്ന് പടം ഒന്നെടുത്തോട്ടെ. പേര് സിയാവുദ്ദീൻ അലി അഹമ്മദ്. കേട്ടില്ലെന്ന് പറയരുത്, പടമാണ്. scroll.in ആധികാരികമായിട്ടാണ്, ഞാൻ നേരത്തെയും പറഞ്ഞു, BJP വിരുദ്ധ മാധ്യമമാണ് scroll.in, അവരാണിത് കണ്ടെത്തിയത്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വെറുതെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് സ്ക്രോൾ ഇത്ര മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പടം ഉൾപ്പെടെ കിട്ടും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അതിൽ തന്നെയുണ്ട്, ഒന്നും അതിനകത്തിൽ തെറ്റായിട്ടുള്ളതില്ല. 2, സനാഉള്ള ഖാൻ. സനാഉള്ള ഖാൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് ഒന്ന് നോക്കൂ. ഇത് ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാ, BJP വിരുദ്ധ മാധ്യമം എന്ന് തന്നെ റഫാൽ കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം. 3 people have filed cases against an Assam border police inquiry officer for having allegedly used their signature as witness in the case that eventually rendered ex-serviceman and Kargil war veteran Mohammad Sanaullah a foreigner. കേട്ടില്ലേ? സൈന്യത്തിൽ ഫോഴ്സിൽ നിന്നുണ്ടായിരുന്ന ആൾക്കാർ മറ്റൊരാളിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ഇതിലെവിടെ കള്ളം? കേസ് കൊടുത്തിരിക്കുന്നത് വർഷം ഞാൻ പറഞ്ഞു, 2008 കേസാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അറ്റ് ദ ടൈം ഓഫ് ദി അലജ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ മെയ് 2008 ആൻഡ് ഓഗസ്റ്റ് 2009. എവിടെ കള്ളം? വർഷം വരെ കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനെ അതും വിട്ടു. അടുത്തത് 1971 ആസാം അക്കോർഡിൽ നിന്നാണ് തീയതി വന്നിരിക്കുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കർ 1971 എന്ന തീയതി 1985 ആസാം അക്കോർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ ചുമ്മാതെ പറയുകയല്ല. ആസാം അക്കോർഡ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സെക്ഷൻ 5.8 Foreigners who came to Assam on or after March 25, 1971 shall continue to be detected, deleted and expelled in accordance with law. Immediate and practical steps shall be taken to expel such foreigners. ഭാഷ മനസ്സിലാവണം. മലയാളത്തിലെ ചാനൽ ചർച്ചകൾ കാണുമ്പോൾ മലയാളവും നിയമം വായിക്കുമ്പോൾ ഇംഗ്ലീഷും മനസ്സിലാവണം. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഇതൊന്നും കള്ളമാവുകയില്ല. അടുത്തത് NRC മാൻഡേറ്ററി എന്ന രീതിയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. NRCയെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? പൗരത്വ നിയമത്തിൻ്റെ 14A സെക്ഷൻ, അതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പൽസറിലി രജിസ്റ്റർ എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഇഷ്യൂ എ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്. കമ്പൽസറിലി രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കണം. ഗവൺമെൻറ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ എ നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്, NRC, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ NRIC എന്ന് പറയാം, ഇന്ത്യൻ സിറ്റിസൺസ് മൊത്തമായപ്പോൾ. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് എസ്റ്റാബ്ലിഷ് എ നാഷണൽ രജിസ്ട്രേഷൻ അതോറിറ്റി. ഇവിടെ ശ്രീജിത്ത് പണിക്കർ കള്ളം പറഞ്ഞത്? ഇത് നിയമമാണ്. ഇത് തന്നെയല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയോ? 1955 സിറ്റിസൺഷിപ്പ് ആക്ടിനകത്തിൽ 2003-2004 വന്നിരിക്കുന്ന ഭേദഗതി. അതേ സമയത്ത് 2003 സിറ്റിസൺഷിപ്പ് റൂൾസ് ഉണ്ട്. സിറ്റിസൺഷിപ്പ് റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് NPR നിങ്ങൾ ആദ്യം ഉണ്ടാക്കൂ, NPR വെരിഫൈ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ നിങ്ങൾ NRC ഉണ്ടാക്കൂ. മാൻഡേറ്ററി ആണെന്ന് തന്നെയാണ്, വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നല്ല. NPR എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് നിങ്ങൾ ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം NRCയിലേക്ക് പോകണം. എന്താണ് ഈ ഡ്യൂ വെരിഫിക്കേഷൻ?
ഒറിജിനൽ NPR കൊണ്ടുവരുന്ന സമയത്ത് NPR എന്താണ്, എന്തിനാണ് ഈ പല സാധനം സെൻസസ്, NRC, NPR? NPR എന്ന് പറയുന്നത് ഈസ് എ ലിസ്റ്റ് ഓഫ് യൂഷ്വൽ റെസിഡൻസ്. യൂഷ്വൽ റെസിഡൻസ് പൗരന്മാർ മാത്രമല്ല, ഒരു സ്ഥലത്ത് 6 മാസമായി താമസിക്കുന്ന ആരും വിദേശിയാവാം, ഈ സ്ഥലത്തുള്ളയാളും അല്ലാതെ ആവാം. ഞാനിപ്പോൾ പന്തളം സ്വദേശിയാണ്, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു, 6 മാസത്തിന് മുകളിലായി. ഞാൻ പന്തളത്തെ NPRൽ വരില്ല, തിരുവനന്തപുരത്തെ NPRലാണ് വരിക. കാരണം ഞാൻ 6 മാസമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. ഇനി നിങ്ങളിൽ ഒരാൾ, കൊല്ലത്തുള്ളയാൾ, തിരുവനന്തപുരത്തേക്ക് ജോലി കിട്ടിപ്പോകുന്നു, നാളെ അവിടെ ചെല്ലുന്നു, മറ്റന്നാൾ നിങ്ങളുടെ NPRൻ്റെ ആൾ വരുന്നു. അപ്പോൾ ആ ആളിനെ നിങ്ങൾ അവിടെ വന്നിട്ട് 6 മാസമായില്ല, പക്ഷേ നിങ്ങൾക്ക് പറയാം ഞാൻ ജോലി സംബന്ധമായി വന്നതാണ്, അടുത്ത 6 മാസമെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ NPRൽ വരുന്നു. ഈ NPR ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്തൊരു ഡ്യൂ വെരിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ NPRൽ ഒരു പ്രശ്നമുണ്ട്, തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയോ മറ്റോ ആണ് നിങ്ങൾക്ക് ഫൈൻ അടിക്കും. അപ്പോൾ ശരിയായ ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ ഒരു പരിധി വരെ ശരിയാണ്, ഭാഗികം. എന്താണ് പ്രശ്നം എന്നറിയോ? ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് കൂടിയതിന് ശേഷം മന്ത്രി പ്രകാശ് ജാവദേക്കർ പുറത്തു വന്ന് മാധ്യമങ്ങളോട് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ NPRൽ പുതുതായിട്ടുള്ള വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ ചേർത്തിരിക്കുന്ന വിവരങ്ങൾ ഓപ്ഷണലാണ്, ഐച്ഛികമാണ്, വോളണ്ടറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ ആ വിവരം കൊടുക്കുക, കൊടുത്തില്ലെങ്കിൽ ഇല്ല. ആരും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അച്ഛനും അമ്മയും ജനിച്ച സ്ഥലം എവിടെയാണ് അറിയത്തില്ല, അച്ഛൻ്റെ അമ്മയും ഡേറ്റ് എന്നാണ് അറിയത്തില്ല, കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ ഐച്ഛികമാക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമെന്ന് പറയുന്നത് സെൻസസിൻ്റെ ഹൗസ് ലിസ്റ്റിങ്ങിനോടൊപ്പമാണ് NPR നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് കേട്ടതുകൊണ്ട് മാത്രം മന്ത്രി ജാവദേക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വരുന്ന ആളിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ജാവദേക്കർ ആരാണെന്ന് അറിയണമെന്നില്ല, ഒന്നാമത്തെ കാര്യം. യാതൊരു നിർബന്ധവുമില്ല, അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ TV കണ്ടതാ, പത്രത്തിൽ വായിച്ചതാന്ന് പറഞ്ഞാൽ നടപ്പില്ല. അപ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഹൗസ് ലിസ്റ്റിംഗ് വരുന്നതിന് മുൻപ്, NPR കൃത്യമായി ഫുള്ളി റോൾ ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു അമെൻമെൻ്റ് അല്ല, ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരണം. പുതിയതായി ചേർത്തിരിക്കുന്ന വിവരങ്ങൾ ഐച്ഛികമാണ് എന്ന് പറയണം. അതിൻ്റെ ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതിനിയും സമയമുണ്ട്, കാരണം ഹൗസ് ലിസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് ഗവൺമെൻറ് ചെയ്യേണ്ടത് തന്നെയാണ്. ക്ലാരിറ്റി ഉണ്ടാകണമല്ലോ, നിയമമാണ്. ഇനി NPRലെ ഡ്യൂ വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുക? NPRലെ ഡ്യൂ വെരിഫിക്കേഷൻ ആസ് പെർ പ്രോസസ്സ് നടക്കാൻ നിങ്ങൾക്ക് ഗ്രാമസഭകളുണ്ട്, നിങ്ങളുടെ വാർഡ് കമ്മിറ്റികളുണ്ട്, നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, നിങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ NPRനെ പബ്ലിഷ് ചെയ്യും, നിങ്ങളുടെ ഒരു ബയോമെട്രിക് ഉൾപ്പെടെ. എന്തൊക്കെയാണ് നിങ്ങളുടെ ബയോമെട്രിക്? 3 കാര്യങ്ങളുണ്ട്. 1 നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, 2 നിങ്ങളുടെ 10 ഫിംഗറുകളുടെ പ്രിൻ്റ്, അടുത്തത് നിങ്ങളുടെ കണ്ണിൻ്റെ ഐറിസ് സ്കാൻ. ഈ 3 സാധനത്തിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കും. നിങ്ങളുടെ ഐറിസ് സ്കാനോ ഫിംഗർ പ്രിൻ്റോ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്ന ബയോമെട്രിക് എടുക്കുന്നു. ഇതും നിങ്ങൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന വിവരവും കൂടി പബ്ലിക്കായിട്ട് അതിനെ ഇടുന്നു. പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്, പൊതുവായിട്ടുള്ള ആൾക്കാരുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. ഈ സ്ക്രൂട്ടിനി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, ഈ സ്ക്രൂട്ടിനി നടക്കുന്ന സമയത്ത് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇപ്പോൾ പുതിയതായിട്ട് ചേർത്തിരിക്കുന്ന വിവരങ്ങളിൽ 1-2 എണ്ണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, നിങ്ങളുടെ അങ്ങനത്തെ കുറേ ഡോക്യുമെൻ്റ് നമ്പറുകളൊക്കെയാണ്. കൊടുക്കുന്നില്ല, സപ്പോസ് ഗവൺമെൻറ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൊടുക്കുന്നില്ല. എന്ത് തേങ്ങ എടുത്തിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്? എന്ത് സാധനം വെച്ചിട്ടാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നത്? ഇത് ഒരുത്തൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അവൻ്റെ സ്ഥലമുണ്ട്, മറ്റേ ഉണ്ട്, ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്, ബാക്കി സാധനം ഒന്നും അവൻ തന്നിട്ടില്ല. പിന്നെ എന്തോന്ന് എടുത്തിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്? അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണെങ്കിൽ നടക്കില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ഓപ്ഷണലായി വരികയും ആൾക്കാർ അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ NPRന് ഡ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞ് NRC ആകാൻ സാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെ ഓപ്ഷണലാക്കിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ പൂർണ്ണമായും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ BJP-കാരനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ NPR നോക്കാൻ വേണ്ടി ആൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായും പറയാം, ഇതിനുള്ള ഒരു വിജ്ഞാപനമുണ്ടോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരം. അപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് തെറ്റായ വിവരം കൊടുത്താൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ, വിവരം കൊടുക്കാതിരുന്നാലല്ല പ്രശ്നം. അപ്പോൾ പറയുകയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലം, അമ്മയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് തരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ ഒരു വിജ്ഞാപനം ഗസറ്റിൽ ഉണ്ടാകണം. അത് കേന്ദ്ര സർക്കാർ ചെയ്തേ മതിയാകൂ, കൊടുത്തേ മതിയാകൂ. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ഇനി മറ്റൊന്ന് ഇവിടെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത്, 40 ലക്ഷം ഹിന്ദുക്കൾ പുറത്തായി
40 ലക്ഷം ആൾക്കാർ പുറത്തായി, അത് അവസാനം വന്ന് 19 ലക്ഷം ആൾക്കാർ പുറത്തായി. അതിൽ 14 ലക്ഷത്തോളം, പല കണക്കുകളുണ്ട്, 14 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. ആസാമിലെ NRC തയ്യാറാക്കുന്ന സമയത്ത് അതിൽ മതം എന്നൊരു കോളം ഇല്ലുവ. പിന്നെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അറിഞ്ഞത്? പേര് നോക്കിയിട്ടാവാം. അത് ഏതു മഹാനാണ്? എന്നോട് ചോദിച്ചു, നമ്മുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ചേട്ടൻ്റെയോ സഹോദരൻ്റെയോ ആ മകൻ്റെ മകൻ ആളിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. തിരിച്ച് ഞാൻ ചോദിക്കുക, 14 ലക്ഷം ഹിന്ദുക്കളുണ്ട് എന്ന് ഈ 19 ലക്ഷം പേര് വായിച്ചു നോക്കിയ മഹാൻ ആരാണ്? ഈ 19 ലക്ഷം വായിച്ചു നോക്കി 14 ലക്ഷവും ഹിന്ദു നാമധാരികളാണ് എന്ന് വായിച്ചു നോക്കിയതാരാണ്? അപ്പം ഇത് ഒരു മീഡിയ റിപ്പോർട്ടിംഗ് ആണ്, ഊഹാപോഹങ്ങളാണ്. കാരണം ആ 14 ലക്ഷം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് അല്ല. ഞാൻ 2 ലക്ഷം എന്ന് വാർത്ത കണ്ടിട്ടുണ്ട്, 10 ലക്ഷം കണ്ടിട്ടുണ്ട്, 13 കണ്ടിട്ടുണ്ട്, 14 കണ്ടിട്ടുണ്ട്, 15ഓളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹിന്ദുക്കൾ പുറത്താകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് അല്ല. ഫാക്ട്സ് മാത്രം വെച്ച് സംസാരിക്കുമെന്നും പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ബേസ്ഡ് ഓൺ ഫാക്ട്സ് അല്ല. പിന്നെന്താണ്? ശരി, ഒരു സൈസബിൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ 14 ലക്ഷവും ഒരു വാദത്തിന് വേണ്ടിയിട്ട് അംഗീകരിക്കുകയാണ്. 14 ലക്ഷവും ഹിന്ദുക്കളാണ്, ഈ ഹിന്ദുക്കളെ തിരിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ CAA കൊണ്ടുവരുന്നത്? എങ്കിൽ BJPയുടെ കയ്യിൽ നമ്മൾ ഇന്നേ വരെ സിനിമകളിൽ, ക്രിസ്റ്റഫർ നോലാൻ സിനിമകളിൽ കണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, ടൈം മെഷീൻ. കാരണം ആദ്യമായിട്ട് BJP സർക്കാർ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരുന്ന വർഷം 2016 ആണ്. 2016 NRC ഇല്ലുവ. ആസാമിൽ 2016 NRC ഇല്ല. ആസാമിലെ NRCയുടെ കരട് വരുന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ 2016 3 വർഷങ്ങൾക്ക് മുൻപ് BJP എങ്ങനെ അറിഞ്ഞു ഇവിടെയുള്ള പുറത്താകാൻ പോകുന്ന 14 ലക്ഷം പേർ ഹിന്ദുക്കളാണ്, നമുക്ക് അവന്മാരെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ കയ്യിൽ ടൈം മെഷീനുണ്ട് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. നമ്മൾ സയൻറ്റിഫിക് ടെമ്പറൊക്കെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ഇവിടെ ഈ സംഘടന എസൻസ് ഗ്ലോബൽ നടക്കുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രശ്നം, ഇത് നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടീഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ധാർമ്മികത, ഒരു ഒബ്ലിഗേഷൻ, അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്ന 3 രാജ്യങ്ങൾ. മൈനോറിറ്റി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെയുണ്ട്. അതിൽ പോലും നമ്മൾ പറഞ്ഞിരിക്കുന്ന മതവിഭാഗങ്ങൾ, അവരെ എടുത്തിട്ട് ഒരു 5-6 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരെ നാച്ചുറലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിയമത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുക, മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ ക്രൈമാണ്. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളിൽ ഒരാൾ മുസ്ലിമാണ്. ഞാൻ സമ്മതിക്കുമോ അവൻ ഇന്ത്യക്കാരനല്ല എന്നും പറഞ്ഞിട്ട് അവനെ പുറത്താക്കാൻ? ഇല്ല. എൻ്റെ എത്രയോ അധ്യാപകരുണ്ട് മുസ്ലിങ്ങൾ, എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പം നമ്മളൊക്കെ മുസ്ലിം വിരുദ്ധരാണോ? നാളെ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിനെ ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായി പുറത്താക്കുകയാണെങ്കിൽ അവരുടെ അവകാശത്തിന് വേണ്ടി അതിന് മുന്നിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ഏത് ഗവൺമെൻറ് ആയാലും ഞാൻ ഉണ്ടാകും. അതാണ് എൻ്റെ രാഷ്ട്രീയം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന നിയമത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കാപട്യമാണ്. അതിൻ്റെ ഉദ്ദേശം മറ്റുള്ളതാണ്. എങ്ങനെയാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് മുസ്ലിം വിരുദ്ധമാകുന്നത്? എന്താണ് അതിൻ്റെ നറേറ്റീവ്? എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതിനെ നേരിടേണ്ടി വരുന്നത്? ഒരു സമൂഹത്തിനെ തെറ്റായ നിലയിലേക്ക് നയിക്കാൻ നിങ്ങൾ നോക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ വോട്ട് ബാങ്ക്, നിങ്ങളുടെ ഭരണത്തിലേക്ക് വരാനുള്ള ത്വര, അതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസ്, നമ്മുടെ നാട്ടിൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്നത് ബാക്ക്വേർഡ് റിസർവേഷൻ അല്ല, മതത്തിനാണ് നിങ്ങൾ റിസർവേഷൻ കൊടുക്കുന്നത്. സിഖുകാർക്കും ജൈനർക്കും എല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ കൊടുക്കുന്നത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ ഹിന്ദുവായ എനിക്കതിൽ പ്രശ്നമില്ല, എൻ്റെ അവകാശങ്ങളെ അത് ബാധിക്കുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, ആ നിയമം തുടരണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, മൈനോറിറ്റി വിരുദ്ധനല്ല, സംഘപരിവാറുകാരനല്ല. എൻ്റെ രാഷ്ട്രീയം അതാണ്, ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ്, നിങ്ങളോട് സ്വീകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്ന രാഷ്ട്രീയം അതാണ്. നമ്മെപ്പോലെ കുടിവെള്ളം പോലും ഒരു പൊതുസ്ഥലത്ത് നിന്ന് എടുക്കുന്നതിൻ്റെ പേരിൽ ബ്ലാസ്ഫെമി കുറ്റം ചുമത്തപ്പെടുക, അങ്ങനെ ഒരാളിന് രാജ്യത്ത് നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ കൊലപാതക അതായത് തൂക്കിക്കൊല്ലാനായി വിധിക്കുക എന്ന് പറയുന്ന കാടൻ നിയമങ്ങളുള്ള രാജ്യത്തു നിന്നും പാർട്ടീഷന് മുൻപ് നമ്മുടെ സഹോദരങ്ങളായിരുന്ന ആൾക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫോൾമെൻ്റ് അനുസരിച്ച് തിരിച്ചയക്കാതെ വരുന്ന ആൾക്കാരോട് ഇവിടെ കാണിക്കുന്ന ധാർമ്മികതയെയാണോ നിങ്ങൾ മതവിവേചനം എന്ന് പറയുന്നത്? ലജ്ജ വേണം നമ്മുടെ സമൂഹത്തിന്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.
ഇത് മുസ്ലിം വിരുദ്ധമല്ല. മുസ്ലിം വിരുദ്ധമാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് റെക്കോർഡ് ചെയ്യുകയാണ്, ഈ ക്യാമറയിൽ നോക്കിയാണ് ഞാൻ പറയുന്നത്. ഇത് മുസ്ലിം വിരുദ്ധമായിക്കൊണ്ട് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, നാളെ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിനെ, ഇന്ത്യക്കാരനായ ഒരു മുസ്ലിമിനെ പുറത്താക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കാൻ ഞാൻ ഉണ്ടാകും. ഇത് ഞാൻ ഇവിടെ പബ്ലിക്കായി പറയുന്ന വാക്കാണ്, എൻ്റെ വാക്ക് ഞാൻ മാറ്റില്ല. സത്യമേ പറയൂ. ജയ് ഹിന്ദ്.